പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വീടിനെ എത്ര ഇഷ്ടമാണല്ലേ? വീടെന്ന് പറയുമ്പോൾ ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റോ അങ്ങനെയാണോ നമ്മൾ ചിന്തിക്കുന്നത്? അല്ല. വീടെന്ന് പറയുമ്പോൾ നമ്മുടെ ഫീലിംഗ് ആണല്ലേ? നമുക്കിന്ന് നമ്മളുടെ വീടിനോട് നന്ദി പറയാം. 30 ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ചാലഞ്ചിൽ ഇന്ന് അങ്ങനെ 4-മത്തെ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. ഈ 4-മത്തെ ദിവസത്തിൽ നമ്മൾ നന്ദിയോടെ കൂടി ഓർക്കുന്നത് നമ്മൾ ഓരോരുത്തരും താമസിക്കുന്ന വീടിനെയാണ്. വീടെന്ന് പറയുമ്പോൾ അത് ഫ്ലാറ്റ് ആകട്ടെ, ഒറ്റമുറിയാകട്ടെ, വലിയ നാലുകെട്ടുകളാകട്ടെ, വലിയ വലിയ സൗധങ്ങളാകട്ടെ, വീട് അതൊരു ഫീലിംഗ് ആണല്ലേ? സോ ഇന്നത്തെ അഫർമേഷൻ എന്താണെന്നറിയോ? ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ഹോം. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് പീസ്, കംഫർട്ട്, സേഫ്റ്റി ആൻഡ് ലവ്. ഐ ചെറിഷ് ദ ബ്ലെസ്സിങ്സ് ദാറ്റ് ഫിൽ മൈ ഹോം എവറി ഡേ. വീടിന് വീടാക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഇമോഷൻസ് ആണ്. ശരിയല്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ അത് വെറും മുറികളായി മാറിയിരിക്കാം. എനിക്ക് വീടെന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് നന്ദിയോടു കൂടിയാണ് ഓർക്കുന്നത്. ഓരോ ഓർമ്മകളാണ് നമ്മളുടെ ഉള്ളിലും അല്ലേ ഒരു വീടിനെക്കുറിച്ച്. ഇന്ന് ഞാൻ എൻ്റെ വീടിനായി ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഒരു വീട് എന്നത് ചുവരുകളും മേൽക്കൂരകളും മാത്രമല്ല, അത് സുരക്ഷയും സമാധാനവും സ്നേഹവും ആശ്വാസവും നൽകുന്ന ഒരു അഭയ കേന്ദ്രമാണ്. ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ വിശ്രമിക്കാനും സന്തോഷം കണ്ടെത്താനും കഴിയുന്ന എൻ്റെ സ്വന്തം ഇടമാണ് എൻ്റെ വീട്. ഇങ്ങനെ തന്നെയല്ലേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നുന്നത് സ്വന്തം വീടിനെ കുറിച്ച്? Today, I'm grateful for my home. A home is more than just walls and a roof. It's a place to comfort, safety, peace, and belonging. It's where I begin and end each day, where I create memories, share laughter, and find rest after life's busy moments. ഓരോ വീടിനും ഓരോ കഥകൾ പറയാനുണ്ടാകും അല്ലേ? നമുക്ക് എത്ര ഇഷ്ടമാണ് നമ്മുടെ വീടിനെക്കുറിച്ച് ഓർക്കാൻ. ഇന്നത്തെ റിഫ്ലക്ഷൻസ് ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? വാട്ട് ഡു ഐ ലവ് മോസ്റ്റ് അബൌട്ട് മൈ ഹോം? നിങ്ങൾ ഓരോരുത്തരും കണ്ണടച്ചുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. എൻ്റെ വീട്ടിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുറി ഏതാണ്? എൻ്റെ വീട്ടിൽ സമാധാനത്തോടു കൂടി ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാണ്? നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇല്ലേ അങ്ങനെ ഒരിടങ്ങൾ? വിച്ച് മെമ്മറി ഇൻ മൈ ഹോം ബ്രിങ്സ് മീ ദ മോസ്റ്റ് ജോയ്? ഏറ്റവും സന്തോഷം തന്ന ആ ഒരു ഓർമ്മ എന്താണ് വീട്ടിൽ വെച്ച് ഞാൻ അനുഭവിച്ചത്? ഹൗ കെൻ ഐ മേക്ക് മൈ ഹോം ഈവൻ മോർ പീസ്ഫുൾ ആൻഡ് വെൽക്കമിങ്? എങ്ങനെയാണ് എനിക്ക് കൂടുതൽ എൻ്റെ വീടിനെ ഭംഗിയായി കുറച്ചും കൂടി പീസ്ഫുള്ളായിട്ട് ഒന്ന് അപ്രീസിയേഷൻ കൊടുക്കുന്ന രീതിയിൽ ഒരുക്കാൻ പറ്റുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് കമൻറ്റ് ബോക്സിലൊന്നും എഴുതേണ്ട, നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി കേട്ടോ. ഇന്നത്തെ റിഫ്ലക്ഷൻ ക്വസ്റ്റ്യൻ ആണ്. സോ ഹോം ഇസ് നോട്ട് എ പ്ലേസ്, ഇറ്റ്സ് ജസ്റ്റ് എ ഫീലിംഗ് ഓഫ് കംഫർട്ട്, ലവ് ആൻഡ് ബിലോങ്ങിങ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടിനെ എത്ര ഭംഗിയായിട്ട് അലങ്കരിക്കാറില്ല അല്ലേ? മൈ ഹോം പ്രൊവൈഡ്സ് മീ വിത്ത് ഷെൽട്ടർ ഫ്രം ഔട്ട്സൈഡ് വേൾഡ്. ഇറ്റ്സ് എ പ്ലേസ് വെർ ഐ ക്യാൻ ബി മൈസെൽഫ്, feel secure, and spend precious time with the people I love. Whether my home is large or small, or simple or luxurious, it's a blessing that deserves my gratitude. കറക്റ്റ് അല്ലേ? വലുതാകട്ടെ, ചെറുതാകട്ടെ, ഒറ്റമുറി വീടാകട്ടെ, വലിയ ബംഗ്ലാവാകട്ടെ, എൻ്റെ വീട് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ അനുഗ്രഹത്തിനായി നന്ദിയുള്ളവനാണ്. ഇന്ന് ഞാൻ എൻ്റെ വീടിനെയും അതിൽ നിറഞ്ഞിരിക്കുന്ന സ്നേഹത്തെയും സമാധാനത്തെയും വിലമതിക്കുന്നു. ഓരോ ദിവസവും എന്നെ സ്വാഗതം ചെയ്യുന്ന ഈ ഇടം എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ അനുഗ്രഹമാണെന്ന് തിരിച്ചറിയുന്നു. നിങ്ങൾക്കിപ്പോൾ വീടിനെക്കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിലുണ്ടായിരിക്കാം അല്ലേ? ടുഡേ ഐ ചൂസ് ടു അപ്രീഷിയേറ്റ് ഐ ഹാവ് rather than focus on what I lack. I recognize that having a place to call a home is a gift that brings comfort and stability to my life. I'm grateful for protection, peace, and love that my home represents. ചിലർക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാവും സ്വന്തമായൊരു വീട് എന്നുള്ളൊരു കോൺസെപ്റ്റ്. ശരിയാണ്, എല്ലാവർക്കും ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ടുള്ളൊരു വീട്. പക്ഷേ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത്
അത് നമ്മുടെ വീട് തന്നെയല്ലേ. ആ ഒരിടത്തോട് നമ്മൾക്ക് നന്ദി പറയാം. ആ ഒരിടത്തെ നമുക്ക് നന്ദിയോടുകൂടി ഓർക്കാം. As I continue this gratitude journey, I remind myself that a home becomes truly special not because its size or appearance, but because of the love, kindness, and happiness it holds. നമ്മളെപ്പോഴും പറയാറില്ലേ വീട്ടിൽ തിരിച്ചു വരുമ്പോൾ എത്ര സമാധാനമാണെന്നുള്ളത്. ഇനി എൻ്റെ ഒരു എക്സ്ട്രാ ആഡ് ചെയ്യട്ടെ. ഒരു പ്രവാസിക്ക് നാട് എന്ന് പറയുമ്പോൾ വീട് പോലെ തന്നെയാണല്ലേ. അതുപോലെ പ്രവാസിയായി ജീവിക്കുമ്പോൾ ആ സ്ഥലവും അവൻ്റെ വീട് തന്നെയാണ്. നമ്മൾ എവിടെയായിരിക്കുന്നോ, നമുക്ക് എവിടെയാണോ നമുക്ക് സുരക്ഷിതത്വം തരുന്നത്, ആ ഒരു സ്ഥലത്തിനെ നമുക്ക് നന്ദിയോടുകൂടി ഓർക്കാം. അത് കൊട്ടാരങ്ങളായാലും കുടിലുകളായാലും മൈ ഹോം, മൈ സേഫ് പ്ലേസ്. നമുക്ക് നമ്മളുടെ വീടിനെ സേഫ് പ്ലേസായി കണ്ടുകൊണ്ട് ആ വീടിനോട് നമുക്ക് നന്ദി പറയാം. ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ വീടിനോടുള്ളതാണ്. ആ വീടിനെ നമ്മൾ സുരക്ഷിതത്തോടു കൂടി കൊണ്ടു നടക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യാം. നന്ദിയോടുകൂടി ഓർക്കാം, സന്തോഷത്തോടു കൂടി ജീവിക്കാം. ഡേ 4 അവർ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണി ഇസ് ദിസ് മൈ ഹോം, മൈ സേഫ് പ്ലേസ്. നാളെ പുതിയൊരു നന്ദി പ്രകാശനത്തിനുള്ള അവസരം കൊണ്ടുവരാം. വീണ്ടും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ, ജിത.